അല്ല, എന്താ രാവിലെ വിളിച്ചിന്ന്? ഞാനന്ന് കാണുന്ന എഴുതിട്ട് എനിക്ക് തിരുമറിക്ക് വല്ലതും എന്റെ കയ്യിലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടേ. അതെ, ഓണല്ലേ, എന്തായാലും ഓണം കഴിഞ്ഞിട്ട് അത് തിരിച്ചു തരാവുന്ന രീതിയില് എന്തിനും വഴിയുണ്ടോ? നീജോ പൈസ ആയിട്ടൊന്നും ഇപ്പൊ കയ്യിലില്ലല്ലോ. പിന്നെ ഞാൻ ചെക്കന്മാർക്കൊന്ന് വിളിച്ചോക്കട്ടെ. ആയിക്കോട്ടെ, ഇരിക്ക്. ഹലോ, ആ ഇല്യാസ, പിന്നെ എടാ ബിജുനെ കണ്ടീന്നു. ഓനിപ്പോ ഓണായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നമ്മളെ നബിദിന ഫണ്ടിന്ന് കുറച്ച് പൈസ ഓനെ സഹായിച്ചാലോ? ഓക്കെടാ, ഓക്കെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ശരിയാടാ, എന്നാ വിളിക്കട്ടോ. ബിജോ, പൈസ സെറ്റാണ്. ഞാൻ ചെക്കന്മാരോട് സംസാരിച്ചിരുന്നു. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല ബിജോ, ഓണായിട്ട് ഇപ്പൊ ഇനി പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അങ്ങാടികളിലൊക്കെ നല്ല ഓഫർ ഉണ്ടല്ലോ. എവിടുന്ന് വെച്ച് സാധനങ്ങളൊക്കെ വാങ്ങണേ? അതിനല്ല നിഷാദെ, നമ്മളെ സിറാജ് സ്റ്റോറ് അറിയില്ലേ, സിറാജാക്കാന്റെ കട. അവിടെ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും അവിടുന്ന് കിട്ടാണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് സാധനങ്ങൾ വാങ്ങണോ, നമുക്ക് നേരിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മളെ മക്കളെ പറഞ്ഞയച്ചാലും നമ്മളെ സിറാജാക്കാന്റെ കടയിൽ നിന്ന് കിട്ടും. ഇപ്പൊ നമ്മളെ കൊറോണ കാലം വന്നു, എന്തൊക്കെ പ്രതിസന്ധി വന്നു, നമ്മൾ ബുദ്ധിമുട്ടിയോ? എന്തിനും സാധനങ്ങൾ വാങ്ങണമെങ്കിലും രാജാക്കന്റെ കടലടിച്ച് നന്നായി. അതുപോലെ പ്രാവശ്യത്തെ ഓണം എന്റെ അച്ഛനായിട്ടുള്ള കാലത്തും അങ്ങനെ തന്നെയാണ്, ഞാനായിട്ടുള്ള കാലത്തും അങ്ങനെയാണ്. അതുപോലെ അപ്പൊ ചങ്കളെ പോന്നോളും. ഈ ഓണവും നബിദിനവും ആഘോഷമാക്കാൻ സിറാജ് സ്റ്റോറിലേക്ക് എല്ലാവർക്കും സിറാജ് സ്റ്റോറിന്റെയും കുന്നുമ്മൽ ടീംസിന്റെയും ഓണം നബിദിനാശംസകൾ.